ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം, അപ്പവും മുട്ട റോസ്റ്റുമാണ്. മിക്കവരും ഇപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് കൂടി ചേർക്കുന്നുണ്ട്. 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു പിടി കയ്യിലേക്ക് എടുത്തിട്ട് ചേർത്താലും മതി. ഇനി ഞാൻ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ കുതിർന്നാൽ മതിയാവും. 2-ൽ കൂടുതലോ ആവാം, കുഴപ്പമില്ല. മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. അതിന് ശേഷമാണ് നമ്മളിത് അരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും 2 മണിക്കൂറേ വയ്ക്കാറുള്ളൂ കേട്ടോ, അത്ര ഒരുപാട് നേരം വയ്ക്കാറില്ല. ഇനി ഇത് അരച്ചെടുക്കാമേ. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അരി എടുത്ത കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ച് വെച്ചിരുന്നത്. അത്രയും തന്നെ ഇതിനാവശ്യമായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് ചോറാണ് കേട്ടോ. ഇത് തലേന്നത്തെ ചോറാണ്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. തലേന്നത്തെ ചോറുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അന്നുള്ളത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടിയിട്ട് നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. ഇതിൽ കൂടുതലും ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഇത്രയും തന്നെ മതിയാവും. ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണേ. കണ്ടോ, ഇതുപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. നന്നായിട്ട് അരയണം, ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം കൂടിയിട്ട് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി ഫെർമെൻ്റായി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി തിക്കാവും. അപ്പോഴും നമുക്ക് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഇത് 8 മണിക്കൂറെങ്കിലും നമ്മളത് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ തലേന്ന് രാത്രിയാണ് ചെയ്ത് വയ്ക്കുന്നത്, പിറ്റേന്നാണല്ലോ എടുക്കുന്നത്, അപ്പോൾ അത് മതിയാവും. 1 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് വയ്ക്കണം കേട്ടോ. നമ്മളിതിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത്, ഈസ്റ്റോ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അടുത്ത ദിവസം എടുക്കാം നമുക്ക്. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ കുറച്ച് നന്നായിട്ട് തിക്കായിട്ടുണ്ട് മുമ്പത്തേന്നും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ല തിക്കാണ്, നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, തീരെ വെള്ളമായി പോകാനും പാടില്ല. നമ്മുടെ ഒരു ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസൊക്കെ ആയിട്ട് വേണം നമുക്ക് അപ്പത്തിനുള്ള മാവ് കിട്ടേണ്ടത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്, ഇത് മതിയാവും. ഇതിൽ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാം. വീഡിയോ എടുക്കുന്നത് കൂടെ കൊണ്ടാണ് അതെനിക്ക് കറക്റ്റായിട്ട് ചുറ്റിക്കാൻ പറ്റിയില്ല. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒന്ന് ഷേപ്പ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. എപ്പോഴും ഹൈ ഫ്ലെയിമിലേക്ക് ഇടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതായത് കറക്റ്റായിട്ട് നമുക്ക് വെന്തിട്ടുണ്ട്. സൈഡൊക്കെ നല്ല മുരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ഈ മുരിഞ്ഞ സൈഡൊക്കെ കഴിക്കാനായിട്ട്. ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചുട്ടെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ മുരിഞ്ഞ അപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എന്താ കണ്ടില്ലേ, ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടല്ല, നല്ല സോഫ്റ്റാണ്. സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ സൈഡെല്ലാം. അപ്പോൾ ഇനി നമുക്ക് കറി കൂടി ഉണ്ടാക്കാം. മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും മതി. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുകിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല, കുറേശ്ശെ എടുത്തിട്ടേ ഉള്ളൂ. അതിലേക്ക് വറ്റൽമുളക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മുടെ കടുകൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മുളകിൻ്റെ എല്ലാ വശവും നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് സവാളയൊക്കെ ചേർത്തതിന് ശേഷം ചേർത്താലും മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ആദ്യം ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് മൂത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് കൂടി ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി സവാള കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്ന നേരത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി സവാളയൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുകയാണ്. ഇപ്പോൾ ഇതാ കുറച്ച് നേരം ആയിട്ടുണ്ട്. നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. ഒന്ന് മൂത്ത് വരണം കേട്ടോ. മൂത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു മുളക് പൊടിയുടെയൊക്കെ ഒരു നിറം കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് വരും. അതും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ കറിക്കും ആ ഒരു കളറുണ്ടാവും. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു സ്മെല്ല് കൂടി ഉണ്ടാവും. നല്ലൊരു മൂത്ത സ്മെല്ല് കൂടി വരും. അപ്പോൾ അത് വരത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഇതിലേക്ക് മിക്സായി കിട്ടണം. ഉടഞ്ഞു വരുന്ന പരുവത്തിന് നമുക്ക് എടുക്കാം. അതുവരെ ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളി വേഗം ഒരുപാട് നേരമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതുപോലെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ആ ഒരു പരുവത്തിന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ആ നേരത്തിന് ഞാൻ മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അതിന് മുമ്പായിട്ട് ഈ മുട്ടയുടെ 4 വശത്തും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു വര കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഈ മസാലയായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയുടെ എല്ലാ ഭാഗത്തോട്ടും ഈ മസാല നന്നായിട്ട് പിടിച്ചിരിക്കണം. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇതിൻ്റെ വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റി അതിലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അടിയിലേക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത്ര തന്നെ ഉള്ളൂ. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പവും മുട്ട റോസ്റ്റും. അപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാകാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.